അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആവശ്യമായ സാധനങ്ങൾ: 1.5 കിലോ ചിക്കൻ ക്ലീൻ ചെയ്തത്, 5 സവാള ചെറുതായി അരിഞ്ഞത്, 2 തക്കാളി ചെറുതായി അരിഞ്ഞത്, 5 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്, 10 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി 1 കഷ്ണം, കറിവേപ്പില, നാരങ്ങ നീര്, ഒരു ചെറിയ നാരങ്ങയുടെ നീര്. ആദ്യം ചിക്കനിൽ ഒരു നാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കുക. ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക. സമയമില്ലാത്തവർക്ക് ഒരു 15 മിനിറ്റെങ്കിലും വെച്ചേക്കണം. അതിനുശേഷം നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് എടുക്കാം. നമുക്കൊരു കടായി അടുപ്പിൽ വെക്കുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി അടുപ്പ് കത്തിച്ച് ചെറിയ തീയിൽ ചൂടാക്കുക. അങ്ങനെ മസാലപ്പൊടി ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്താം. കടായി വീണ്ടും അടുപ്പിൽ വെച്ചിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇടുക, ഇഞ്ചി ഇടുക, സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത്, ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന നീളത്തിൽ അരിഞ്ഞ പച്ചമുളക് ഇടുക, കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ട് വീണ്ടും മിക്സ് ചെയ്യുക. ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഉള്ളത് മിക്സ് ഇടാം. തീ അല്പം കുറച്ച് വയ്ക്കണം. ഇനി ഇതിലേക്ക് തക്കാളി ഇടുക. ഇതിലേക്ക് നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക.
ചിക്കനകത്ത് വെള്ളം ഉള്ളത് കൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 5 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ വെന്ത് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള മസാല കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, ചിക്കൻ മസാല പൊടിച്ചത് 2 ടീസ്പൂൺ, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുരുമുളക് പൊടി ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ഇനി ഒന്നും കൂടെ അടച്ചു വെച്ച് വേവിക്കുക. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡിയായി കഴിഞ്ഞു. ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.